എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ ചിത്തിക്കോട് എന്ന് പറയും. ചിത്തിക്കോട് അടുത്ത് കുന്നപ്പള്ളി ആണ് ഞങ്ങളുടെ വില്ലേജ്. ഞാൻ 30 വർഷമായിട്ട് ജപ്പാനിൽ ജോലി ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ വൈഫ്, പിന്നെ 2 പെൺകുട്ടികൾ, ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ കുടുംബം. ഞാനവിടെ ജപ്പാനിൽ IT-യുടെ ബിസിനസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വീട് ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചെയ്ത വർക്ക് കണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തേക്കണ കണ്ട് ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചത്. അങ്ങനെയാണ് പ്രശോഭനെ പറ്റിയും സുരഭിനെ പറ്റിയും കേൾക്കാനിടയായത്, ലിഖ ഡിസൈൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് ലിഖ ഡിസൈനെ ഞാൻ യൂസ് ചെയ്യാനിടയായത്. വളരെ റിമോട്ട് കൺട്രോളായിരുന്നു എല്ലാത്തിനകത്തും. അവിടുന്ന് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ അതിനകത്ത് 2 പേരും പ്രശോഭം സുരമയും ഭയങ്കര ഏത് സമയത്ത് അവൈലബിൾ ആയിരുന്നു. ഫോണിൽ കൂടെ ആണെങ്കിലും ഞാൻ ഓട്ട് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാലും അവർ അവൈലബിൾ ആയിരുന്നു. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലിഖ ഡിസൈൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവർ വളരെ കാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡിസൈൻ ആണെങ്കിലും ഡിസൈൻ ചേഞ്ചസ് ആണെങ്കിലും അപ്പോൾ തന്നെ അഡ്വൈസ് എല്ലാം തന്ന് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ടറി ആയ രീതിയിൽ കാര്യങ്ങൾ നടത്തി തന്നു ലിഖ ഡിസൈൻസ്. ആ ഡിസൈൻ ഓവറോൾ തീമിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും പ്ലസ് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ നന്നായിട്ട് തന്നെ ലിഖ ഡിസൈൻസ് അത് ചെയ്തു തന്നു. ലിവിങ് റൂം വളരെ കംഫർട്ടബിൾ കോസി ആയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിരിക്കുന്ന സോഫയും വളരെ നന്നായിട്ട് ഉള്ള ഡിസൈൻ, കളർ കോമ്പിനേഷൻസ്, പിന്നെ അതിൻ്റെ കംഫർട്ട്, അങ്ങനെ ജനറലി എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു എക്സ്പീരിയൻസാണ് ലിഖ ഡിസൈൻസുമായിട്ട് ചെയ്തു തന്നത്. അവർ വളരെ ഫ്ലെക്സിബിളാണ് നമ്മുടെ കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഫ്ലാറ്റിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നത്. ചേട്ടൻ്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലാറ്റിൽ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യിച്ചത്. എനിക്ക് വളരെ സാറ്റിസ്ഫൈഡായിട്ട് ടൈം ഷെഡ്യൂൾ അവർ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റങ്ങൾ എല്ലാം നമുക്ക് അപ്രീഷ്യബിളാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ നമ്മളെ സ്ഥലത്തില്ലെങ്കിൽ പണിക്കാർ ഉഴപ്പി പോകും എന്നുള്ളൊരു പേടി വേണ്ട. അതുപോലെ ആളില്ലെങ്കിൽ ഇവരെ ഏറ്റെടുത്ത പണികൾ ലാഗ് ചെയ്ത് പോകും എന്നുള്ള പേടിയും വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട്, ഞങ്ങൾക്ക് ഇനിയൊരു ഇതുണ്ടെങ്കിൽ, ഇൻറ്റീരിയർ ഡിസൈനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവരുടെ പേര് തന്നെ സജസ്റ്റ് ചെയ്യും. അത് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് തോന്നണത്. ആദ്യമായിട്ട് ഫ്രെഡിനോടാണ് നന്ദി പറയുന്നത്. ചേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് വരാനും പരിചയപ്പെടുത്താനും ഒക്കെ ഒരു മുഖാന്തരം ഉണ്ടായത് ഫ്രെഡിനാണ്. രണ്ടാമത് പ്രശോഭിൻ്റെ അടുത്ത് സുറുമിയുടെ അടുത്തും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാം വളരെ സൗമ്യമായിട്ട് കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ ചിലത് തന്നെ റീഡൂ ചെയ്യേണ്ട വരുമ്പോൾ അത് യാതൊരു മടിയും കൂടാതെ അത് ചെയ്തു തരുന്നു. എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ചില ഡിസൈനേഴ്സിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത വർക്ക് അവർ ന്യായീകരിച്ച് അത് തന്നെ മതി എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ കസ്റ്റമറുടെ എന്താവശ്യവും അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ്. അവരുടെ നഷ്ടങ്ങൾ അവർ നോക്കണില്ല. ലൈക്ക് എംപ്ലോയീസ് അവരുടെ പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ അവർ നോക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് ഇനി ഏതെങ്കിലും ഒരു വർക്ക് ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവരുടെ പേര് സജസ്റ്റ് ചെയ്യും.